കൊടുങ്ങല്ലൂരുള്ള AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വളരെ റെയർ ആയിട്ടുള്ളൊരു ഡിസീസ് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മളുടെ കൂടെ ഇന്നുള്ളത് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അർജുൻ ലാലാണ്. ഡോക്ടറോട് ചോദിക്കാം, എന്താണ് ആ റെയർ ഡിസീസ് എന്നുള്ളത്, എന്താണ് ആ റെയർ ഡിസീസായിട്ട് സ്പോട്ട് ചെയ്തേക്കുന്നത്? അതായത് ഏതാണ്ട് ഒരു മാസം മുന്നേ നമ്മുടെ ഒരു ഒപ്പിയിലേക്ക് ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കുറച്ച് നാളായി അദ്ദേഹം ശ്രദ്ധിക്കണം, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. മൂത്രത്തിൽ ചെറുതായി പതഞ്ഞു പോണ പോലെ ഒരു ശ്രദ്ധ ആൾക്ക് പെട്ട പോലെ. വേറെ ശാരീരികമായി ബുദ്ധിമുട്ടുകളൊന്നും ആൾ പറഞ്ഞിരുന്നില്ല. സ്ഥിരമായി BP-യുടെയോ ഷുഗറിൻ്റെ അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. ആളെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഒന്നും പ്രത്യേകിച്ചില്ല. ഒരു പതഞ്ഞു പോണ പോലെ ഒരു സംശയം മാത്രമായി പ്രകടിച്ചാണ് നമ്മുടെ മുമ്പിൽ വന്ന് കണ്ടത്. അതായത് മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു വരും. മൂത്രം ഇങ്ങനെ ക്ലോസറ്റിൽ ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് മൂത്രം ഒരുപാട് പതഞ്ഞ്, നമ്മൾ ഈ പാലിന്റെ ഒക്കെ പതഞ്ഞു പറഞ്ഞ ഒരു ശ്രദ്ധപ്പെട്ടവനാണ് വന്ന് കണ്ടത്. അപ്പൊ അദ്ദേഹം തന്നെ ഇപ്പൊ ഒരു ചെറുപ്പക്കാർ ഗൂഗിളിന്റെ കാലമാണല്ലോ, എല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ പതഞ്ഞു പോകുന്ന കിഡ്നി രോഗത്തിന്റെ ലക്ഷണമാവാം എന്നുള്ളൊരു മുൻധാരണ, അതായത് മുന്നേ ഒരു അറിവ് പലയിടത്തും കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് കിഡ്നി ഡോക്ടർ വന്ന് കാണും. നമ്മൾ അദ്ദേഹത്തിന് എക്സാമിൻ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് പറയത്തക്ക വിധത്തിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ട് ആൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആൾക്ക് ഒരു വിധത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥിരമായി കഴിക്കണം മരുന്നുകളോ അങ്ങനെ ഒരു അലർജിയുടെ ഹിസ്റ്ററി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. കുടുംബപരമായി കിഡ്നി പ്രശ്നത്തിന്റെ അങ്ങനെ ഒരു ചരിത്രം ആരുടെ കുടുംബത്തിന്റെ കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും അങ്ങനെ ഒരു രോഗമുള്ളതായി അറിവില്ല. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ പോവുക എന്നതാണ് ഈ മൂത്രത്തിൽ പതഞ്ഞു പോവുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂറിൻ ചെക്ക് ചെയ്തു. യൂറിൻ ചെക്ക് ചെയ്തപ്പോഴും മൂത്രത്തിൽ കാര്യമായി പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതായത് ഒരു ദിവസം ഒരു പക്ഷേ പൊതുവെ യൂറിന്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു 30 മില്ലിഗ്രാം അല്ലെങ്കിൽ ടോട്ടൽ ഒരു 150 മില്ലിഗ്രാം വരയ്ക്കാണ് ഒരു ദിവസം പ്രോട്ടീൻ നോർമലായി പോകുന്നത്. ഇദ്ദേഹത്തിന് ഒരു 3 ഗ്രാമിന് മേലെ പ്രോട്ടീൻ പോകുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര അബ്നോർമലാണ്. അതേസമയം ബാക്കി ടെസ്റ്റുകൾ, അതായത് ബ്ലഡ് ടെസ്റ്റ്, പൊതുവെ പറഞ്ഞ ഹീമോഗ്ലോബിൻ, രക്തത്തിന്റെ അളവ്, ക്രിയാറ്റിൻ, ഇതെല്ലാം നോർമലാണ്. വേറൊരു കിഡ്നി രോഗത്തിന്റെ ലക്ഷണവും ആൾക്കില്ല. അപ്പോൾ നമ്മളൊരു പ്രാരംഭിക ട്രീറ്റ്മെന്റ് രീതിയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അറിയേണ്ടത് ഈ ഒരു പ്രായത്തിൽ എന്തുകൊണ്ട് കിഡ്നി രോഗം വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിഡ്നി ബയോപ്സിയാണ്. കിഡ്നിയിൽ നിന്ന് ചെറിയൊരു അംശം നമ്മൾ കുത്തിയെടുത്ത് മൈക്രോസ്കോപ്പിയോടെ നോക്കുന്നതിനാണ് ബയോപ്സി എന്ന് പറയുന്നത്. വലിയൊരു മേജർ പ്രൊസീജിയർ ഒന്നുമല്ല, നമ്മൾ തരിപ്പിച്ച് വളരെ പെയിൻലെസ് ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പ്രൊസീജിയറാണ്. നമ്മൾ ആ ടെസ്റ്റിന് നമ്മൾ വിടുകയും അതിന്റെ റിപ്പോർട്ട് നമുക്കൊരു 2-3 ഡേയ്സിനുള്ളിൽ, മാക്സിമം ടൈം 2-3 ഡേയ്സ് നമുക്ക് റിപ്പോർട്ട് കിട്ടും. പക്ഷെ പൊതുവെ നമ്മൾ ഒരുപാട് ഇപ്പോൾ കേൾക്കുന്നതാണ് ചെറുപ്പക്കാരിൽ കിഡ്നി രോഗം കണ്ടുവരുന്നുള്ളത്. പക്ഷെ അതിന് അതിൻ്റെതായ കിഡ്നിയുടേതായ ഒരുപാട് രോഗങ്ങളുണ്ട്. വളരെ കോമൺ ആയി കണ്ടുവരുന്ന കിഡ്നി രോഗങ്ങളുണ്ട്. അത് അവരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതായിട്ടുള്ളത് അല്ലാതായിട്ടുള്ള കുറേ രോഗങ്ങളുണ്ട്. പക്ഷെ ആ ഗണത്തിൽ ഒന്നും പെടാത്ത വളരെ റെയറായി ഉള്ളൊരു അബ്നോർമൽ ഫൈൻഡിങ് നമ്മൾ ഈ ബയോപ്സിയിൽ കാണുകയായിരുന്നു. അപ്പം തന്നെ നമ്മൾ പത്തോളജിസ്റ്റിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് മൈക്രോസ്കോപ്പിയിൽ കാണുന്നത് വളരെ വിരലിലെണ്ണാവുന്ന രോഗങ്ങളിൽ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ അപ്പം തന്നെ പേഷ്യൻ്റ് ജനറ്റിക് അനാലിസിസ്, അഥവാ ജനിതകമായ രോഗഗണത്തിൽ പെടുന്ന രോഗമായതുകൊണ്ട് അതിനുള്ള ടെസ്റ്റ് വിടുകയായിരുന്നു. അതിൽ നമുക്ക് അറിയാൻ പറ്റിയത് ഫാബ്രീസ് ഡിസീസ് എന്ന് പറയുന്ന ശരീരത്തിലെ ഒരു പ്രോട്ടീൻ അഥവാ ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കാനുള്ള ജനിതകമായ കഴിവില്ലായ്മ. ആ പ്രോട്ടീൻ സാധാരണയായി നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാതാവുമ്പോൾ ശരീരത്തിൽ ഈ പ്രോട്ടീൻ്റെ പ്രവർത്തനം വളരെ കുറയുകയും ശരീരത്തിൽ നോർമലായി അടിഞ്ഞുകൂടാൻ പാടില്ലാത്ത ചില ലൈപ്പിഡ്സ്, ചില ഫാറ്റ്സ് സംബന്ധമായ ചില മോളിക്യൂൾസ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും കിഡ്നിയിലും മറ്റവയവങ്ങളിലും അടിഞ്ഞുകൊണ്ടൊരു രോഗമായിട്ടുള്ളതായി നമ്മൾ തിരിച്ചറിയാനുണ്ടായത്. ഈ രോഗത്തിന്റെ ലക്ഷണം എന്ന് തന്നെ പറയുന്നത് ഏത് പ്രായത്തിലാണെങ്കിലും വരാം. 10 വയസ്സ് മുതൽ 50 വയസ്സ് എപ്പോഴെങ്കിലും വരാം. പക്ഷെ പൊതുവെ ഈ രോഗം നമ്മൾ ആരും തിരിച്ചറിയില്ല. വളരെ റെയർ. ഒന്നാമത് ഇതിന്റെ ഇൻസിഡൻസ്, ഈ രോഗത്തിന്റെ പൊതുവെ കണ്ടുവരുന്ന എത്രത്തോളം ഈ രോഗം സുലഭമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന്റെ ചികിത്സകളും നമുക്ക് ആക്ച്വലി പരിമിതമാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ശാസ്ത്രം വന്ന ശേഷം നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ ഉണ്ട്. ഇതിന്റെ ഒരു സിംറ്റംസ് എന്തായിരിക്കും ഡോക്ടർ പറഞ്ഞത്? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഇതൊരു 1 ലക്ഷത്തിൽ 50,000 മുതൽ 1 ലക്ഷത്തിൽ ഒരാൾക്കാണ് ഈ രോഗമുള്ളതായിട്ട് തിരിച്ചറിയുന്നത്. അതായത് കിഡ്നി രോഗികൾ തന്നെ 50,000 മുതൽ 1 ലക്ഷത്തിൽ ഒരാൾക്കാണ് ഈ രോഗമുള്ളത്. ഈ രോഗം ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പൊതുവെ കണ്ടുവരുന്നത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത്, പ്രത്യേകിച്ച് ചെവിയുടെ ഭാഗത്തോ മുഖത്തോ കൈകളിലോ ചുവന്ന കളറിലുള്ള സ്പോട്ട്സ്, അടയാളങ്ങൾ, റെഡ് കളറിലുള്ള സ്പോട്ട്സും അല്ലെങ്കിൽ റാഷും കണ്ടുവരുന്നത് പറയാറുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് വിയർക്കാൻ പറ്റില്ല. നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാത്തതാണ്, നമുക്ക് വിയർക്കുന്നില്ല. ഒരുപാട് വിയർക്കുന്ന നമ്മൾ ശ്രദ്ധിക്കും. ഇത് വിയർക്കാനുള്ള കഴിവില്ല പേഷ്യന്റ്, വിയർക്കൽ കുറയും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓടിക്കളിക്കുമ്പോഴോ, കുട്ടിക്കാലത്ത് ഓടിക്കളിക്കുമ്പോഴോ അല്ലെങ്കിൽ കാര്യക്ഷമമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡി ഹീറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് വിയർപ്പിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആക്ടിവിറ്റീസിൽ പൊതുവെ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇതൊന്നും ചെറുപ്പകാലത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു ഫൈൻഡിങ്സ് ആണ്. അപ്പോൾ അതങ്ങനെ മിസ് ചെയ്തു
ചെയ്ത് പോകാറുണ്ട്. പിന്നെ കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ഒരു അഡൾട്ട്ഹുഡ് 20 വയസ്സിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ ചിലപ്പോൾ വളരെ കുറച്ച് പേർക്ക് കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കണ്ണിൽ വെള്ളപ്പാട് വരണ പോലെ, ഞാൻ തിമിരത്തിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, കണ്ണിൻ്റെ പുറത്ത് തന്നെ വെള്ളപ്പാട് വരണ, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടായി വരണ പോലെ ചിലർ പറഞ്ഞു വരാറുണ്ട്. ഇത് കൂടാതെ ഈ മുൻപറഞ്ഞ കാര്യങ്ങൾ, തീരെ വയർപ്പില്ലായ്മ, ജോലിക്ക് പോകാൻ പറ്റാണ്ടിരിക്കുക, ഭയങ്കര ശാരീരിക അസ്വസ്ഥത ഫീൽ ചെയ്യുക, ഇതെല്ലാം ഈ രോഗലക്ഷണങ്ങൾ കാണാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു 30 വയസ്സിലോട്ട് എത്തുമ്പോഴാണ് ഇത് മറ്റ് അവയവങ്ങളെ ബാധിക്കാൻ തുടങ്ങുന്നത്. അതായത് ഈ എൻസൈം ശരീരത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് ശരീരത്തിൽ ഈ പറഞ്ഞ സാധനങ്ങൾ കെട്ടിക്കെടുക്കും, ചില പ്രോട്ടീൻസ് കെട്ടിക്കെടുക്കും. അതിൻ്റെ ഭാഗമായി എന്തുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഒരു 60% വ്യക്തികളും കാണുന്നത് കിഡ്നി സംബന്ധമായ പ്രശ്നമാണ്. അതും നമ്മൾ പൊതുവേ കേൾക്കുന്ന കാലിൽ നീരോ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടുതൽ അങ്ങനെയൊന്നുമല്ല, ഈ പ്രോട്ടീൻ പോവുക, പതഞ്ഞു പോകാനുള്ള ലക്ഷണമാണ് ആദ്യം കണ്ടുവരുന്നത്. അത് പൊതുവേ ഒരു വളരെ ചെറിയ അളവിൽ തുടങ്ങി പിന്നീട് ഒരുപാട് പ്രോട്ടീൻ പോണ രോഗമായി മാറുകയും ചികിത്സിക്കാത്ത പക്ഷം ഒരു 5 മുതൽ 10 വർഷത്തിനുള്ളിൽ കിഡ്നി ഫെയിലിയറോട്ട് വരെ പോകാൻ സാധ്യതയുള്ള രോഗങ്ങളുണ്ടാകും. ഡോക്ടർ, ഇങ്ങനെ ഈ ഒരു രോഗം വന്നാൽ ആക്ച്വലി ആ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് ആക്ച്വലി സംഭവിക്കുന്നത് ചികിത്സിച്ചില്ല എന്നാണ്? ചികിത്സിച്ചില്ലെങ്കിൽ ഒരു 30 വയസ്സ് തൊട്ട് ഒരു 50 വയസ്സ് വരെക്കുള്ളാണ് ഇവർക്ക് മറ്റ് അവയവങ്ങൾ ഇത് ബാധിച്ചു തുടങ്ങും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സ്കിന്നിലെ ഫൈൻഡിങ്സ് ആയിരുന്നു. ചിലപ്പോൾ സ്കിന്നിൽ ചെറിയ ഒരു കട്ടി പോലെയൊക്കെ വരാറുണ്ട് ചെറിയ. പക്ഷെ ഇതൊന്നും നമ്മുടെ ശാരീരിക പ്രവർത്തനത്തിന് ബാധിക്കില്ല. നമ്മുടെ ശരീരത്തിന് പ്രവർത്തനം ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് 30 വയസ്സിന് ശേഷമാണ്. ഒന്ന്, ഈ കിഡ്നിയുടെ പറഞ്ഞ പോലെ മൂത്രത്തിൽ പ്രോട്ടീൻ പോവുക. മൂത്രത്തിൽ പ്രോട്ടീൻ പോകാൻ തുടങ്ങി ഒരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങും. പതുക്കെ അദ്ദേഹം കിഡ്നി ഫെയിലിയറോട്ട് പോകും. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹൃദയത്തിനാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മസിൽസിന്റെ, ഹൃദയത്തിന്റെ അറയുടെ വാൾ, അതായത് ഹൃദയത്തിന്റെ അറയുടെ ചുമരിന്റെ കട്ടി ഭയങ്കരമായി വർദ്ധിക്കും ഇത് അടിഞ്ഞു കൂടുന്ന കാരണം. അപ്പോൾ ഹാർട്ടിന്റെ പമ്പിങ് കുറയും, ഹാർട്ട് ഫെയിലിയറിലോട്ടും ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്കിലോ, ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് ഫെയിലിയറും ഹാർട്ട് അറ്റാക്കും വരാനുള്ള 40 വയസ്സിനുള്ളിൽ തന്നെ ഷുഗറോ പ്രഷറോ ഒന്നുമില്ലാതെ തന്നെ ഹാർട്ട് ഫെയിലിയറും ഹാർട്ട് അറ്റാക്കും വരാനുള്ള സാധ്യതകളുണ്ട്. ഇവ കൂടാതെ പിന്നീടായി കണ്ടുവരുന്നത് തലച്ചോറിനെ ബാധിക്കുന്നതാണ്. അതായത് സ്ട്രോക്ക്, നമ്മൾ ഈ ഒരു ഭാഗം തളർന്നു പോകാന്ന് പറയുന്നില്ലേ, പ്രത്യേകിച്ച് വേറെ കാര്യം ഷുഗറോ പ്രഷറോ ഇല്ലാതെ ചെറുപ്രായത്തിൽ തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളും വളരെയേറെയാണ്. ഇതും കൂടാതെ പിന്നെ മറ്റവയവങ്ങൾ, ഈ 3 അവയവങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത് കൂടാതെ പിന്നെ കണ്ടുവരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ വരിക, വയറിളക്കം വരിക, വയറ് വേദന വരിക. അന്ന് വേറെ ടെസ്റ്റുകളൊന്നും കാണാനൊന്നുമില്ല. ഇത് ചെറുപ്രായത്തിലേ വരാം. പക്ഷെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇപ്പം എന്തെങ്കിലും കഴിച്ചേണ്ടി ആയിരിക്കും, കാരണം ബാക്കി ടെസ്റ്റുകളൊക്കെ നോർമലാണ്. ഒരു അൺഫോർച്ചുനേറ്റ് തിങ് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട്. നമുക്ക് എപ്പോഴും ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമുക്ക് ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. അത് വരുന്നത് 25 വയസ്സിന് ശേഷമാണ്. അതാണ് പലരും ഈ രോഗം കണ്ടെത്താൻ ലേറ്റ് ആവുന്നത്. ഇതിന്റെ ഒരു ചികിത്സ എന്താണ് ഡോക്ടർ? ഇപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡിസീസിന്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. ആൽഫ ഗലക്ടോസിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലായ്മ ജനിതകമായി വരുന്നതാണ്. ഇത് ആണുങ്ങളിലാണ് പൊതുവെ ഗുരുതരമായി വരിക. സ്ത്രീകളിൽ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സിവിയർ സ്റ്റേജിലോട്ട് പോകാറില്ല, വളരെ റെയർ ആയിട്ട് പോകാറുള്ളൂ. ബട്ട് പുരുഷന്മാരിൽ ഇത് വളരെയധികം ഒരു 30 വയസ്സ് 40 വയസ്സിനുള്ളിൽ വളരെയധികം കിഡ്നിനെ ഡാമേജ് ചെയ്യുന്ന പോലെ കാണാറുണ്ട്. ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഈ എൻസൈം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ എൻസൈം പുറത്തുനിന്ന് പേഷ്യന് കൊടുക്കാൻ പറ്റും, ഇഞ്ചക്ഷനായി കൊടുക്കാൻ പറ്റും. ഇതാണ് ചികിത്സ എന്ന് പറയുന്നത്. പക്ഷേ ഈ രോഗത്തിനെ കുറിച്ച് വളരെ റെയറായി കാണുന്ന ഒരു രോഗമായതുകൊണ്ടും ഇതിനെക്കുറിച്ചുള്ള നമുക്ക് അത്രയും കോമൺ രോഗങ്ങൾ, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും ലിമിറ്റഡ് ആണ്, കോസ്റ്റും കുറച്ച് കൂടുതലായിട്ടാണ് ഈവൻ, കാരണം നമുക്ക് അത്രയും വളരെ കോമൺ ആയി കാണുന്ന രോഗമല്ല. ഹവർ ഇങ്ങനത്തെ റെയർ ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർഗനൈസേഷൻ ഫോർ റെയർ ഡിസീസസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുഖേന ഇതുപോലുള്ള റെയർ ഡിസീസസ് നമ്മൾ ബയോപ്സിയിലൂടെയും മറ്റും കണ്ടെത്തി ജനിതകമായി ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ്, അതായത് ഗവൺമെന്റ് നിയന്ത്രിതമായ ഉയർന്ന സെന്ററുകളിൽ കോസ്റ്റ്ലിയർ ആയിട്ട് ഇത്രയും റെയർ രോഗങ്ങൾ, കാരണം ഈ മരുന്നുകൾ നമുക്ക് പ്രൊക്യൂർ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്, പക്ഷെ നമുക്ക് വളരെ 1-2 മരുന്നുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. കാരണം ബിക്കോസ് രോഗം ഭയങ്കര റെയറാണ്. പക്ഷെ അത് ഗവൺമെന്റ് മുഖേന നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സഹായമുള്ള രീതിയിൽ കറക്റ്റായ ഗൈഡൻസും ട്രീറ്റ്മെന്റും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസും ഇപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രോഗം മൂർച്ഛിക്കുന്നതിനേക്കാൾ മുമ്പേ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. അതിനു മുമ്പേ കണ്ടെത്തി ജനിതകമായി പ്രൂവ് ചെയ്ത് നമ്മൾ ഈ കേരളത്തിലുണ്ട്, SIT ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ റെയർ ഡിസീസ് സെൻട്രൽ ക്ലിനിക്കിൽ പോയി നമ്മൾ ഈ രോഗം നിർണയിച്ചതിന് ശേഷം പോയി നമ്മൾ കാണുകയാണെങ്കിൽ അവർ ആ പേഷ്യൻറ്റിനെ ഒന്നുകൂടിയും ഇവാലുവേറ്റ് ചെയ്ത് ചികിത്സയ്ക്ക് യോഗ്യനായ വ്യക്തിയാണോ, അദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെയുണ്ട്, ഇത് ട്രീറ്റ്മെൻറ്റ് താങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ഉചിതമായ ഗൈഡൻസും ട്രീറ്റ്മെൻറ്റും അസിസ്റ്റൻസും
അവരവിടുന്ന് ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ റെയർ ഡിസീസ് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പേഷ്യൻറ്റിനും നമ്മൾ ആ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനുള്ള വർക്കപ്പ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഡയഗ്നോസിസ് കൺഫേം ആയി, ഇനി രജിസ്ട്രേഷനും മറ്റ് ട്രീറ്റ്മെൻറ്റും ആ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്, നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുവരെ ഇത് രജിസ്ട്രേഷൻ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ ERT എന്ന് പറയും. അതായത് ശരീരത്തിൽ ഈ നമ്മളില്ലാത്ത ഈ എൻസൈം നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുകയാണ്. പക്ഷെ അത് കൊടുത്ത് അതിന്റെ ആക്ഷൻ വരുന്നവരെ നമുക്ക് പേഷ്യന്റ് ചികിത്സിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കിഡ്നി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കിഡ്നി അത്രയ്ക്ക് അങ്ങോട്ട് മോശം സ്റ്റേജിലൊന്നുമല്ല, ഡയാലിസിസ് ഒന്നും ആവശ്യം വരുന്നില്ല, നമുക്ക് മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാവുന്നതുള്ളൂ. പക്ഷെ നമുക്ക് നേരത്തെ കണ്ടെത്താൻ സാധിച്ചുകൊണ്ട് അയാൾക്ക് നല്ലൊരു ഭാവി നൽകാൻ നമുക്ക് സാധിച്ചേക്കാം. സോ നമുക്കിങ്ങനെ ആ പേഷ്യന്റിനോട് നമുക്ക് ഇത്രയും നമുക്കൊരു ചെയ്യാൻ പറ്റിയെന്ന് വേർലിയർ കണ്ടെത്താൻ പറ്റിയെന്ന് പറയുന്നത് ആളുടെയോടെയും ഒരു വിജിലൻസ് കാരണമാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിന്റെയും ഗൂഗിളിന്റെയും കാലമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം തിരിച്ചറിയാനും ഇങ്ങനെ പതിഞ്ഞു പോകുന്നുണ്ട് എന്നൊരു നോട്ടീസ് ചെയ്യാൻ ആൾ കാണിച്ചു, അപ്പം തന്നെ കിഡ്നി ഡോക്ടറെ വന്ന് കണ്ടു. അതുകൊണ്ട് വേർലി നമുക്ക് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്കൊരു ഡയഗ്നോസ് എടുക്കാൻ പറ്റി എന്ന് പറയുന്നതും പേഷ്യന്റിന്റെ ലൈഫ് സെക്യൂർ ആയി നമുക്ക് സഹായിച്ചു. സോ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് അപ്രീഷിയബിൾ. ഇവിടെയാണ് നമ്മൾ ഈ ഏർലി ഡയഗ്നോസിന്റെ ഇത് വരുന്നത്. അതായത് എത്രയും പെട്ടെന്ന് രോഗം കണ്ടെത്തണം. അതിന് പണ്ട് കാലത്ത് നമുക്ക് ക്രിയാറ്റിൻ യൂറിൻ അത്ര സുലഭമായി ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്കൊരു ശാസ്ത്രമർദ്ദന ഭാഗമായിട്ടും ആൾക്കാർക്ക് കൂടുതൽ അറിവ് നൽകാനും സാധിച്ചല്ലേ. കിഡ്നി രോഗം എന്ന് പറഞ്ഞ പ്രോബ്ലം നമുക്ക് ഒരിക്കലും ഒറ്റ ദിവസം രാത്രി കൊണ്ട് വരുന്നതല്ല, എപ്പോഴും പതുക്കെ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏർലി സ്റ്റേജിൽ കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ, അതായത് ഈ ബേസിക് സ്ക്രീനിങ് ടെസ്റ്റ് യൂറിയ, ക്രിയാറ്റിൻ, യൂറിനിലെ പ്രോട്ടീൻ്റെ അളവ്, ഇത്രയും ബേസിക് ആയി ടെസ്റ്റുകൾ ചെയ്യാൻ സാധിച്ചാൽ തന്നെ പല രോഗങ്ങളും നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പം ഉണ്ട്. സോ ഏർലി ഡയഗ്നോസിസ് അതാണ് നമ്മളിപ്പോൾ എംഫസൈസ്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ട ഒരു കാര്യം. ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ് മെയിൻ ആയിട്ട്, ഏർലി ഡയഗ്നോസിസ് ആണ്. ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ അസുഖം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡിറ്റക്ഷൻ, അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ട് കൂടുതൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും ഉചിതമെന്നാണ് ഡോക്ടർ പറയുന്നത്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. താങ്കളുടെ സമയം തന്നതിൽ വളരെ സന്തോഷം. ഇനി ഒരു അവസരത്തിൽ നമുക്ക് കാണാവുന്നതാണ്.